എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ്. നിങ്ങൾക്കിത് നമുക്ക് ടോപ്പിലും ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ കുർത്തിയിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഡിസൈനാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ചുരിദാർ കട്ട് മോഡലുള്ള നൈറ്റിയുടെ കട്ടിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതേപോലൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഡിസൈൻ വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ എനിക്ക് തുണി തികയതില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ തുണി എടുത്തത് കേട്ടോ. ഇതിൽ വേറെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലെയിൻ തുണിയായിട്ട് മാത്രമല്ല വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ നിവർത്തി ഇട്ടതിന് ശേഷമുള്ള നീളവും വീതിയാണ് കേട്ടോ പറയുന്നത്. നീളം നിവർത്തി ഇട്ടാലും മടക്കി വെച്ചാലും ഒന്ന് തന്നെയാണ്. വീതിക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു 17.5 ഇഞ്ചോളം നീളം എടുത്തിട്ടുണ്ട് ഈ തുണിക്ക്. അതുപോലെ തന്നെ വീതി ഒരു 16 ഇഞ്ച്. നിങ്ങൾക്ക് ഒരു 15 ഇഞ്ചകം മതിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് താഴോട്ട് കുറച്ച് വീതി കൂടുതലാണ്. ഞാനത് കട്ട് ചെയ്ത് കളയും. അത് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റിയത് പറഞ്ഞുതരാം. അപ്പോൾ ഒരു 15-16 ഇഞ്ച് നീളം വീതിയുള്ള തുണിയും 17 ഇഞ്ച് നീളമുള്ള തുണിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നിവർത്തിയിട്ടതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി മടക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മടക്കി ഇട്ടതിന് ശേഷം ഇതിന് ഞാൻ പറയുന്നത് ഇതില്ലേ നമുക്ക് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 17 തന്നെയാണ്. നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്താം. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ മാത്രമായിട്ട് ഒന്ന് അടയാളപ്പെടുത്താം. ഇതിന് നെക്കിൻ്റെ നീളം വിട്ടെന്ന് പറയുന്നത്, നെക്കിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഞാൻ 3.25 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 3.25 ഇഞ്ച്. നമുക്ക് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് 3.25 എന്നുള്ളത് 3.5 പിന്നെ വീണ്ടും നമുക്ക് 3.25 കിട്ടിക്കോളും കേട്ടോ. 3.25 അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ച് കാണുന്നുണ്ടോ? നെക്കിൻ്റെ വിടുത്ത് 3.25, നെക്ക് ലെന്ത് 6. ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് 5.5 കിട്ടും. ഇവിടെയും 3.25 മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെയും ഒന്ന് 3.25 മാർക്ക് ചെയ്തോണം. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് നോക്കണം ഇവിടെ 6 ഇഞ്ച് ഉണ്ടോ എന്ന്. ഉണ്ട്, ഇവിടെ കണ്ടു ശകലം വ്യത്യാസം വന്നു അവിടെ. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റൗണ്ട് അല്ല, ഒരു ചെറിയ യു പോലത്തെ ഒരു നെക്ക് ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? നല്ല റൗണ്ടല്ല, കുറച്ച് യു പോലത്തെ നെക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും, അതായത് ഈ നെക്ക് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഇവിടുത്തെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. 5 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് താഴെ നമ്മുടെ ഈ താഴ്ഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ? താഴ്ഭാഗത്ത്, അതായത് നെക്കിൻ്റെ ഇറക്കം കഴിഞ്ഞതിന് ശേഷം ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ 5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതുപോലെ ഇവിടെയും 5 ഇഞ്ച്. നമ്മളൊന്ന് 3.25 മാർക്ക് ചെയ്തിട്ട് അവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ വരും കേട്ടോ. കണ്ടോ? ഞാൻ ഇവിടെ നിന്ന് 5 ഇഞ്ചല്ല മാർക്ക് ചെയ്യുന്നത്. ഈ നെക്ക് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് 11 ഇഞ്ച്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഡാർക്കായിട്ട് വരച്ചോണം. നമുക്ക് സൈഡിലൊന്ന് ഇതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വരച്ചത് മറു സൈഡും കൂടി വരണം. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ അകവശത്ത് മാർക്ക് ചെയ്യണം, ഉൾവശത്ത് കേട്ടോ. ഞാൻ ഓർമ്മിക്കാതെ നല്ല വശത്താണ് മാർക്ക് ചെയ്യുക, നല്ല വശത്തല്ല അകവശത്ത് വേണം മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ അത്
മറച്ചിട്ടിട്ട് അകവശത്ത് ഇതേ അളവ് തന്നെ 3.25 നെക്കറൊക്കെ 6 ഇഞ്ച് അകവശത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ, കാരണം നമുക്ക് അകവശത്ത് നല്ല വശം വേണമല്ലോ നല്ല സൈഡിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചീത്ത വശത്ത്, അതായത് ഉൾവശം, ചീത്ത വശം എന്ന് ഉദ്ദേശിച്ച് ഉൾവശത്ത് വേണം ഇതിൻ്റെ മാർക്കിങ് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഓർമ്മിക്കാതെ ഞാൻ ആദ്യം നല്ല വശത്താണ് ചെയ്തത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കപ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തങ്ങ് വന്നോളും. കണ്ടോ, ഇത് വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല. എനിക്കിത് നല്ലപോലെ മാർക്കാം. കണ്ടോ, ഇതേപോലെ മാർക്കിങ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വരച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അളന്ന് നോക്കിയാലും മതി. കണ്ടോ, 3.25 ഇഞ്ചുണ്ട്. നല്ല ഡാർക്കായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റിച്ച് എടുക്കാൻ കഴിയത്തുള്ളൂ. ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അകവശത്ത് ഉൾവശത്ത് വേണം മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ ആദ്യം ഓർമ്മിക്കാതെ നല്ല വശത്താണ് മാർക്ക് ചെയ്തത്. നമുക്ക് ഇതാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾവശം എടുക്കണം. ഏതിൻ്റെ, നമ്മൾ നൈറ്റി പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൈറ്റി പീസിൻ്റെ ഉൾവശം എടുക്കണം. ഉൾവശം എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം, ഏതിൻ്റെ, നമ്മൾ ഈ പീസിൻ്റെ നല്ല വശം വേണം. ഇതിൻ്റെ ഉൾവശവും ഈ പീസ് നല്ല വശവും ചേർന്നിരിക്കണം. അതായത് ഈ പീസിൻ്റെ ഉൾവശം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വെച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ നല്ല വശം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ നൈറ്റി പീസിൻ്റെ ചീത്ത വശവും ഈ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഉൾവശം നമ്മൾ മാർക്ക് ചെയ്ത സൈഡിൽ കൂടെ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഇത് സെൻറ്ററും തമ്മിൽ വയ്ക്കണേ. സെൻറ്ററും തമ്മിൽ വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി സ്റ്റിച്ച് ഇടണം, ഡബിൾ സ്റ്റിച്ച് ഇടണം. അതിനുശേഷം 1/4 ഇഞ്ച് തയ്യൽ തൂമ്പ് ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇത് നല്ല വശത്തോട്ട് മറിച്ചിടണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് കട്ട് ചെയ്യാൻ കണക്കിനാണ് എളുപ്പത്തിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് തയ്യൽ തൂമ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ കണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ ചീത്ത വശത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തൂമ്പ് ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ ഇടയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ മറിച്ചിടപ്പോൾ നമുക്ക് നല്ലതായിട്ട് വരുള്ളൂ. പിന്നെ തയ്യലിൽ കൊള്ളാതെ, നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനേ. എങ്കിൽ ഫുള്ള് നെക്ക് കൊളായി പോവും. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ല വശത്തോട്ട് മറിച്ചിടണം. ഇങ്ങനെ നല്ല വശത്തോട്ട് ഇതൊന്ന് മറിച്ചിടണം. അപ്പം ഞാൻ നല്ലത് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ നല്ല വശത്തോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് കുറച്ച് വീതി കൂടുതൽ, ഇത്രയും വീതി വേണ്ട. കാരണം നമ്മൾ ഇതേ തുണി വെച്ചാണ് ചെയ്യുന്നതും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ വേറെ കോൺട്രാസ്റ്റ് കളർ ആയതുകൊണ്ട് പിന്നെ വീതി കൂടിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് നമുക്ക് മടക്കി വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വെച്ച് വരുമ്പോൾ 3 ഇഞ്ച് വരെ ഉള്ളൂ. 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ച് വെച്ച് മടക്കുമ്പോൾ 3 വരും. ഇവിടെയും തിരിച്ച് ഇവിടെ നിന്ന് നെക്ക് ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് എടുക്കുമ്പോൾ 6.5 വരും. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വീതി വേണ്ട. അപ്പോൾ അതൊരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് ബാക്കി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ നിന്ന് നെക്കിൻ്റെ ഇവിടെ നിന്നും 7 ഇഞ്ചും ഇവിടെ നെക്കിൻ്റെ ഇവിടെ നിന്നും 3.5 ഇഞ്ച് രണ്ട് സൈഡിലുമായിട്ട് എടുത്തിട്ട് അതിനെ ഒരു സ്ക്വയറായിട്ട് വരച്ചു. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, നമ്മുടെ മെയിൻ തുണിയിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ. വീതി കൂടിപ്പോയത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇത് കറക്റ്റ് ഇത്രയും ഇത് മതി നമുക്ക്. അതുപോലെ തന്നെ ഈ ഭാഗവും കട്ട് ചെയ്യണം. വീതി കൂടി വരുമ്പോൾ അതൊരു നമുക്ക് ഡിസൈൻ അത്ര ഭംഗിയില്ലാതെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ അത് കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഇത്ര എടുത്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുള്ള നോക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മടക്കി അടിക്കണം. ഇത് ഇങ്ങോട്ടേക്ക് ഒരു മടക്കി ചെറിയ 2 മടക്ക് മടക്കിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മടക്കി അടിക്കണം. അതുപോലെ ഇവിടെയും ഒരു മടക്കി പിന്നെ ഒരു മടക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി അടിക്കണം. അതുപോലെ ഈ സൈഡ് മടക്കി അടിക്കണം കേട്ടോ.
ഈ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ മടക്കി അടിക്കുന്ന മുമ്പ് ഇനി എത്തുന്ന മുമ്പ് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം, എങ്കിലേ അത് നീറ്റായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ 4 ഭാഗവും ഈ 3 ഭാഗവും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും നമുക്കൊന്ന് മടക്കി അടിക്കാം കേട്ടോ. നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് അതനുസരിച്ചിട്ട് വേണം മടക്കി അടിക്കാനേ കേട്ടോ. ഞാൻ മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം. പറഞ്ഞില്ല ഈ സൈഡെല്ലാം മടക്കി അടിക്കണമെന്ന്. അപ്പോൾ അത് അടിക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഇതേപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വീതി മതി കേട്ടോ. ഒരുപാട് വീതിയാണ്, ചെറിയ വീതിയിൽ, അതിന് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് എടുക്കുവേ. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിറ്റ് പീസാണ്, ക്രോസ് പീസല്ല, സ്ട്രെയിറ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ അത് വച്ചതിന് ശേഷം നമുക്കിവിടെ മടക്കി അടിക്കും. അപ്പം ഇതിൻ്റെ തയ്യൽ തുമ്പ് അകത്തോട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മടക്കി അടിക്കേണ്ട, ഇത് വച്ചതിന് ശേഷം നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കണ അനുസരിച്ചിട്ട് വേണം വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം 1/2 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കും. ഇങ്ങനെ മടക്കി നിങ്ങൾ പിൻ ചെയ്ത് വയ്ക്കണം. പിൻ ചെയ്ത് വച്ചതിന് ശേഷം ഇതെല്ലാം ഭാഗവും പിൻ ചെയ്ത് വച്ചതിന് ശേഷം വേണം ഇത് വയ്ക്കാൻ. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് വേണം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വളഞ്ഞു പോകും കേട്ടോ. ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കണം സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് ഇട്ട് അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. അതുപോലെ ഇങ്ങനെ. ഇത് കുറച്ചുകൂടി നീളമുള്ളത് വേണം. ഇത് കുറച്ചുകൂടി നീളമുള്ള പീസ് വയ്ക്കണം കേട്ടോ. നമ്മൾ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് കുറച്ചുകൂടി നീളമുള്ള പീസ് ഇങ്ങനെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ 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 നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ആ ഗ്യാപ്പ് എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. അപ്പോൾ ഇതിൽ ഞാൻ ഗ്യാപ്പ് പറയുന്നത് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ ഇടയിൽ 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് അടുത്തത് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ വരപ്പം നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് തന്നെ. അപ്പോൾ ഇനി അടുത്ത ഇവിടെ വയ്ക്കേണ്ട 1.5 ഇഞ്ച്. അങ്ങനെ കുറച്ചധികം സ്ട്രിപ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ള് വയ്ക്കണം. അപ്പം നിങ്ങൾ ആദ്യം ഓരോ ലൈന് മാർക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇത് ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. കണ്ടോ, ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡും കൂടി മടക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെയും മടക്കി അടിച്ചു, ഇവിടെയും മടക്കി അടിച്ചു. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പെല്ലാം അകത്തോട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വയ്ക്കുമ്പോൾ കുറച്ച് നീട്ടി വെച്ചാൽ നമ്മൾ ഇത് അകത്തോട്ടാക്കി നമുക്ക് ഈ ഇവിടെയും കൂടെ പതിച്ചടിക്കുമ്പോൾ ഈ തയ്യൽ തുമ്പും കൂടി ഇങ്ങനെ അകത്തോട്ടേക്ക് ഇരിക്കും. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും. നമുക്ക് ഇവിടെ ഇത് നീട്ടി വയ്ക്കുമ്പോൾ അത് അകത്തോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ നെക്കും കൂടി ഫിനിഷിങ് ചെയ്യാം. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ശകലം ഒന്ന് വിട്ടിട്ടുണ്ട്, അതെനിക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണം ഈ ഭാഗത്ത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കും ഒന്ന് പതിച്ചടിക്കുക ഇവിടെ. അപ്പോൾ ഇനി നെക്കിൽ ഡിസൈൻ ചെയ്യേണ്ട, ഇനിയും പൈപ്പിംഗ് വെച്ചാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ ഇത് മതി. അപ്പോൾ ഓവർ ഡിസൈൻ ആയിപ്പോൾ ഇത് മതി. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ കേട്ടോ. ഇത് നല്ലൊരു ഡിസൈനാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഞാൻ ഡിസൈനുള്ള തുണി ആയതുകൊണ്ടാണ് പ്ലെയിൻ തുണി എടുത്തത്. വൈറ്റ് കളറിൽ നമുക്ക് ഡിസൈനുള്ളത് എടുത്താൽ അത്ര നല്ല ഇതായിട്ട് ഈ സ്ട്രിപ്പ് വെച്ചാൽ അത് വരത്തില്ല. പ്ലെയിൻ തുണിയിൽ സ്ട്രിപ്പ് വെച്ചാലേ നല്ലതായിട്ട് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.